കലാപഠനം ആപ്പിലൂടെ സാധിക്കുമോ എന്ന ചോദ്യത്തിന് ഉത്തരം തേടുകയാണ് മിഴാവ് കലാകാരൻ ശിവപ്രസാദും ഭാര്യയായ നർത്തകി അഞ്ജലിയും. കലാരംഗത്ത് നിന്നുള്ള സംസ്ഥാനത്തെ പ്രധാന സ്റ്റാർട്ടപ്പ് കൂടിയാണ് ഇവരുടെ നാട്യ എന്ന ഓൺലൈൻ പ്ലാറ്റ്ഫോം. വിദേശികളടക്കം ആയിരക്കണക്കിന് കുട്ടികളാണ് നാട്യയിൽ നിന്ന് പഠിച്ചിറങ്ങിയത്. സമയക്കുറവ് മൂലം കലാപഠനം എന്ന സ്വപ്നം ഉപേക്ഷിച്ച ഒട്ടേറെ പേരുണ്ട് നമുക്ക് ചുറ്റും. അവർക്ക് വേണ്ടിയാണ് നാട്യ എന്ന ഓൺലൈൻ പ്ലാറ്റ്ഫോം. ഗുരുവിന്റെ അടുത്ത് പോയി പഠിക്കാൻ സാഹചര്യം അനുവദിക്കാത്ത ആർക്കും നാട്യയുടെ ഭാഗമാകാം, സ്വപ്നം സാക്ഷാത്കരിക്കാം. കലാപഠനം സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ എങ്ങനെ നടപ്പാക്കാമെന്ന ചിന്തയാണ് നാട്യയുടെ പിറവിക്ക് പിന്നിൽ. നമ്മൾ വെറുതെ പഠിച്ച് പെർഫോം ചെയ്ത് പോവാന്നുള്ളതിനേക്കാൾ ഉപരി നമ്മൾ എന്തെങ്കിലും കലാകാരനെ അല്ലെങ്കിൽ കലയ്ക്കും കൊടുക്കണം എന്നുള്ളത് മനസ്സിലുള്ള വലിയ ആഗ്രഹമായിരുന്നു. അങ്ങനെയാണ് ഗ്രാജുവലി ചിന്തിച്ച് നമ്മൾ നാട്യ എന്നുള്ളൊരു കൺസെപ്റ്റിലേക്ക് എത്തുന്നത്. ഇപ്പം നമ്മൾ ഏകദേശം 1500-ലധികം കുട്ടികൾ ലോകത്തിൻ്റെ പല ഭാഗത്തു നിന്ന് ലൈവ് ക്ലാസ്സിൽ നാട്യയിൽ പഠിക്കുന്നുണ്ട്. കാനഡ, ഫിൻലാൻഡ് തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നുള്ള വിദ്യാർത്ഥികളാണ് കൂടുതൽ. മറ്റു രാജ്യങ്ങളിൽ നിന്നും അന്വേഷണങ്ങൾ വരുന്നുണ്ടെങ്കിലും എല്ലാവർക്കും അവസരം നൽകാൻ കഴിയാത്ത സ്ഥിതിയാണിപ്പോൾ. പ്രതിസന്ധികൾ നീക്കി രാജ്യാന്തര തലത്തിൽ അറിയപ്പെടണമെന്നാണ് ആഗ്രഹം. ഒപ്പം ഒട്ടേറെ കലാകാരന്മാർക്ക് മികച്ച വരുമാനം ഉറപ്പാക്കാനും ഇവർക്കാകുന്നു. മനോരമ ന്യൂസ്, കോഴിക്കോട്.